പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് ഇലാസ്റ്റിസിറ്റിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിൽ പഠിക്കാനുള്ളത് നോക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് 3 ടോപ്പിക്കാണ് എടുക്കുന്നത്. ഇലാസ്റ്റിസിറ്റിൻ്റെ ബാക്കിയുള്ള ഭാഗം അൾട്ടിമേറ്റ് ആൻഡ് വർക്കിംഗ് സ്ട്രെസ്സ്, സെക്കൻഡ് വൺ വരുന്നത് ഫാക്ടർ ഓഫ് സേഫ്റ്റി ആൻഡ് തേർഡ് വൺ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഗ്രാഫ്. പിന്നെ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇന്ന് പറയുന്നത്. ഫസ്റ്റ് എടുക്കുന്നത് അൾട്ടിമേറ്റ് സ്ട്രെസ് ആണ് വർക്കിംഗ് സ്ട്രെസ്. അതിൽ അൾട്ടിമേറ്റ് സ്ട്രെസ് എന്താണെന്നാണ് ഫസ്റ്റ് പറയുന്നത്. ദ മിനിമം ലോഡ് അറ്റ് വിച്ച് എ മെറ്റീരിയൽ ഡെവലപ്സ് ഫെയിലിയർ ഈസ് കോൾഡ് ആസ് അൾട്ടിമേറ്റ് ലോഡ് ഓർ ബ്രേക്കിംഗ് ലോഡ്. അതായത് തകർച്ച സംഭവിക്കാതെ ഒരു വസ്തുവിന് താങ്ങാൻ കഴിയുന്ന പരമാവധി ഫോഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഭാരത്തെയാണ് എന്തെന്ന് പറയുന്നത്, അൾട്ടിമേറ്റ് ലോഡ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് ലോഡ് എന്ന് പറയുന്നത്. ദ സ്ട്രെസ് പ്രൊഡ്യൂസ്ഡ് in a material at ultimate load is called ultimate stress or breaking stress. അതായത് തകർച്ച സംഭവിക്കാതെ ഒരു വസ്തുവിന് വഹിക്കാൻ കഴിയുന്ന പരമാവധി സ്ട്രെസ്സിനെയാണ് അതിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വന്ന് പറഞ്ഞാൽ എന്താണ്, അൾട്ടിമേറ്റ് ലോഡാണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വസ്തുവിന് പരമാവധി താങ്ങാൻ കഴിയുന്ന ലോഡിനെയാണ് എന്തെന്ന് പറയുന്നത്, അൾട്ടിമേറ്റ് ലോഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അൾട്ടിമേറ്റ് സ്ട്രെസ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ തകർച്ച സംഭവിക്കാതെ ഒരു വസ്തുവിന് വഹിക്കാൻ കഴിയുന്ന പരമാവധി സ്ട്രെസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, അൾട്ടിമേറ്റ് സ്ട്രെസ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത്. അൾട്ടിമേറ്റ് സ്ട്രെസ് കാണാനുള്ള ഇക്വേഷനാണ് പറയുന്നത്. അൾട്ടിമേറ്റ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു അൾട്ടിമേറ്റ് ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ഒറിജിനൽ ക്രോസ് സെക്ഷൻ. നെക്സ്റ്റ് വണ്ണാണ് വരുന്നത് വർക്കിംഗ് സ്ട്രെസ്. ദ ലോഡ് വിച്ച് ഈസ് കൺസിഡർഡ് സേഫ് ഫോർ ദി മെഷീൻ എലമെൻറ്റ് ഈസ് നോൺ ആസ് സേഫ് ലോഡ് ഓർ വർക്കിംഗ് ലോഡ്. അതായത് ഒരു വസ്തുവിന് സുരക്ഷിതമായിട്ട് താങ്ങാൻ കഴിയുന്ന ബലത്തെയാണ് എന്തെന്ന് പറയുന്നത്, സേഫ് ലോഡ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് ലോഡ് എന്ന് പറയുന്നത്. ദ കറസ്പോണ്ടിങ് സ്ട്രെസ് അറ്റ് ദിസ് ലോഡ് ഈസ് കോൾഡ് ആ സേഫ് സ്ട്രെസ് ഓർ വർക്കിംഗ് സ്ട്രെസ്. അതുപോലെ തന്നെയാണ് ഒരു വസ്തുവിന് യാതൊരു കേടുപാടും സംഭവിക്കാതെ സുരക്ഷിതമായിട്ട് വഹിക്കാൻ കഴിയുന്ന സ്ട്രെസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, വർക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സേഫ് സ്ട്രെസ് എന്ന് പറയുന്നത്. സേഫ് സ്ട്രെസ് കാണാനുള്ള ഇക്വേഷനാണ് സേഫ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു സേഫ് ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ഒറിജിനൽ ക്രോസ് സെക്ഷൻ. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഫാക്ടർ ഓഫ് സേഫ്റ്റി ആണ്. The ratio of ultimate stress to working stress is known as factor of safety. The ratio of ultimate load to the safe load may also be termed as factor of safety. അതായത് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെസ്സും വർക്കിംഗ് സ്ട്രെസ്സും തമ്മിലുള്ള റേഷ്യോനാണ് എന്തെന്ന് പറയുന്നത്, ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. അത് തന്നെയാണ് നെക്സ്റ്റ് ലൈൻസിലും പറഞ്ഞിട്ടുള്ളത്. ദ റേഷ്യോ ഓഫ് അൾട്ടിമേറ്റ് ലോഡ് ടു ദി സേഫ് ലോഡ് മേ ബി ടേംഡ് ആസ് ഫാക്ടർ ഓഫ് സേഫ്റ്റി. അതായത് അൾട്ടിമേറ്റ് ലോഡ്, ഒരു വസ്തുവിൻ്റെ അൾട്ടിമേറ്റ് ലോഡും സേഫ് ലോഡും തമ്മിലുള്ള റേഷ്യോനാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഈ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റിക്ക് യൂണിറ്റ് ഇല്ല. ഇറ്റ് ഹാസ് എ നോ യൂണിറ്റ്, ഹെൻസ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ എ നമ്പർ. അതായത് അത് എക്സ്പ്രസ് ചെയ്യുന്നത് എന്താണ്, ഒരു നമ്പറിനാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അത് കാണാനുള്ള ഇക്വേഷനാണ് വരുന്നത്. ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു അൾട്ടിമേറ്റ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് സ്ട്രെസ്, അല്ലെങ്കിൽ എന്താണ്, ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു അൾട്ടിമേറ്റ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ സേഫ് ലോഡ്. നെക്സ്റ്റ് എടുക്കുന്നത് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. എ മെറ്റൽ ഈസ് subjected to increasing load and the extension are measured with an extensometer. അതായത് സൈഡിലായിട്ട് നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. അതായത് എക്സ് ആക്സിസിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്, ഇലോങ്ങേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. വൈ ആക്സിസിൽ ലോഡാണ് കൊടുത്തിട്ടുള്ളത്. അതിനൊരു മെറ്റലിൻ്റെ മേലെ ഒരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ആ മെറ്റലിൻ്റെ ലെങ്ത്തിൽ എന്ത് വരും, ചേഞ്ച് വരും. അപ്പോൾ ആ ഒരു ചേഞ്ച് വന്ന് ലെങ്ത്തിൽ ചേഞ്ച് വന്ന് അതും അതുപോലെ തന്നെ അവിടെ കൊടുത്തിട്ടുള്ള ലോഡും തമ്മിലുള്ള ഒരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെന്താണെന്നാണ് പറയുന്നത്, ഒരു മെറ്റലിൽ ഒരു ലോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും, അതിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യും. അതായത് അവിടുത്തെ മെറ്റലിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതിനെ അളക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം, അതായത് ആ ഒരു എക്സ്റ്റൻഷന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എക്സ്റ്റൻസോമീറ്റർ എന്ന് പറയുന്നത്.
On plotting graph between the load and the elongation produced. അതായത് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ തമ്മിലാണ്? ലോഡ് ആൻഡ് ഇലോങ്ങേഷൻ പ്രൊഡ്യൂസ്. അതായത് ലെങ്ത്ത് കൂടിയ ഭാഗം അതുപോലെ തന്നെ അതായത് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. ആ ഇലോങ്ങേഷൻ പോർഷനും അതുപോലെ തന്നെ അവിടെ കൊടുത്തിട്ടുള്ള ലോഡും തമ്മിലുള്ളൊരു ഗ്രാഫാണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. ദർ ഈസ് എ സ്ട്രൈറ്റ് ലൈൻ റിലേഷൻഷിപ്പ്. It is a continuous subtway which is called the limit of proportionality. Stress is proportional to the strain. അതായത് നമുക്ക് ഒരു ലോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ 0 തൊട്ട് അത് O മുതൽ A വരെ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ലൈനാണ് പോണത്. അപ്പോൾ ആ എനെ റെപ്രസെൻ്റ് ചെയ്യണത് ആ എ വരെനെ റെപ്രസെൻ്റ് ചെയ്യണതാണ് ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത്. അതായത് സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി സ്ട്രെയിൻ. അതായത് സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിൽ നേർ അനുപാതത്തിലായിരിക്കും ആ എ എന്ന് പറഞ്ഞ പോയിന്റിൽ വരുന്നത്. Point B denotes the elastic limit. Below this point, the body regain its original shape if the load is removed. അതായത് ബി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. അതായത് എ എന്ന് പറഞ്ഞ പോയിന്റിന് എന്താ പറയുന്നത്? ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത്. ബി എന്ന് പറഞ്ഞ പോയിന്റ് ഡിനോട്ട് ചെയ്യുന്നത് ഇലാസ്റ്റിക് ലിമിറ്റ് ആണ്. എന്താ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി റീഗെയിൻ ചെയ്ത് ഒറിജിനൽ ഷേപ്പിലോട്ട് വരുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ എന്താണ്? നമ്മളൊരു ലോഡ് അപ്ലൈ ചെയ്ത് അതിനെ റിമൂവ് ചെയ്തിട്ട് അത് ബോഡി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഷേപ്പിലോട്ട് വരുന്ന ആ ഒരു പോർഷനാണ് എന്തെന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് ലിമിറ്റ്. അല്ലെങ്കിൽ ഇവിടെ ഡിനോട്ട് ചെയ്തിട്ട് എന്താണ്? ബി എന്നാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. Beyond this point, the body does not recover its original shape completely, even if the load is removed. അവിടെയുള്ള ലോഡ് നമ്മൾ റിമൂവ് ചെയ്താലും അവിടെ ആ ചെറിയ തോതിൽ എന്തുണ്ടാവും? ലോഡ് ഉണ്ടാവും. അപ്പോൾ എന്താണ്? ആ ഒരു ബോഡി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ഒറിജിനൽ ഷേപ്പിലോട്ട് വരുന്നുണ്ടാവില്ല. അതായത് കംപ്ലീറ്റ് ആയിട്ട് അത് ഒറിജിനൽ ഷേപ്പിലോട്ട് ആയിട്ടുണ്ടാവില്ല. അതാണ് ബി എന്ന് പറഞ്ഞ പോയിന്റിൽ വരുന്നത്. അപ് ടു എ പോയിന്റ് ബിയോണ്ട് ദി ഇലാസ്റ്റിക് ലിമിറ്റ് എ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ഇലോങ്ങേഷൻ ടേക്സ് പ്ലേസ് ഈവൻ വിത്ത് എ സ്ലൈറ്റ് ഇൻക്രീസ് ഇൻ ലോഡ്. ദ പോയിന്റ് സി വേർ ഇറ്റ് ഒക്യോസ് ഈസ് കോൾഡ് ഈൽഡ് പോയിന്റ്. അതായത് ഇലാസ്റ്റിക് പരിധിക്കപ്പുറമുള്ള ഒരു പോയിന്റ് വരെ, ഒരു ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ അപ്പുറമുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞ പോയിന്റ് വരെ ഒരു ലോഡിൻ്റെ നേരിയ ഒരു വർധനവ് ഉണ്ടാവും. അതായത് ആ ലോഡ് അവിടെ റിമൂവ് ചെയ്താലും ചെറുതായിട്ടൊരു ലോഡ് കാരണം അവിടെ എന്തുണ്ടാകും? ഇലോങ്ങേഷൻ ഉണ്ടാകും. അതായത് ആ ഒരു ബോഡി എന്ന് പറയുന്നത് ജസ്റ്റ് ആയിട്ട് ഇലോങ്ങേറ്റ് ചെയ്യും. ആ ഒരു പോയിന്റിനെ പറയുന്ന പേരാണ്, ആ പോയിന്റാണ് സി എന്ന് പറയുന്നത്. ആ പോയിന്റിനെ ഒക്യൂർ ചെയ്യണ അതായത് റെപ്രസെൻ്റ് ചെയ്യണ പേരെന്ന് പറഞ്ഞാൽ ഈൽഡ് പോയിന്റ് ആണ്. At D is a maximum or the ultimate load is reached. After this, a waste or local contraction is formed in the specimen and fracture occur illustrated. അതായത് പോയിന്റ് ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം ഓർ അൾട്ടിമേറ്റ് ലോഡ് ആണ് എന്തെന്ന് പറഞ്ഞാൽ ഡി എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ആ ഒരു മാക്സിമം ലോഡ് കഴിഞ്ഞാൽ ആ ഒരു സ്പെസിമാൻ അല്ലെങ്കിൽ ആ ഒരു ബോഡി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വളഞ്ഞിട്ട് നിൽക്കും. അത് കണ്ടിട്ട് ഈ എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് വളഞ്ഞാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ. അതായത് ഒരു ലോഡ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ് ആ ഒരു സ്പെസിമാൻ അല്ലെങ്കിൽ ആ ബോഡിക്ക് സംഭവിക്കണമെന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഗ്രാഫ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഇലോങ്ങേഷൻ എക്സ് ആക്സിസിലും ലോഡ് എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ: എ സ്റ്റാൻഡേർഡ് സ്റ്റീൽ ബാർ ഓഫ് 30 mm സ്ക്വയർ ക്രോസ് സെക്ഷൻ ഈസ് സബ്ജക്റ്റഡ് ടു ടെൻസൈൽ സ്ട്രെസ് ഇഫ് ദ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് 4 ആൻഡ് അൾട്ടിമേറ്റ് സ്ട്രെസ് ഈസ് 370 Newton/mm square. ഡിറ്റർമൈൻ ദി ലോഡ് ടു വിച്ച് ദ ബാർ ഈസ് സബ്ജക്റ്റഡ്. അത് എന്താ പറയുന്നത്? അതിലൊരു ഫാക്ടർ ഓഫ് സേഫ്റ്റി എത്ര തന്നിട്ടുണ്ട്? 4 ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് 370 Newton/mm square തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ആ സ്റ്റീൽ ബാറിൻ്റെ ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട് 30 mm ആണ് തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മളോട് ഇവിടെ കാണാൻ പറഞ്ഞിട്ടുള്ളത് ഡിറ്റർമൈൻ ദ ലോഡ് ടു വിച്ച് ദ ബാർ ഈസ് സബ്ജക്റ്റഡ്. അവിടെ എത്ര ലോഡാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു എന്ത് ഇക്വേഷൻ വരുന്നത്? അൾട്ടിമേറ്റ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് സ്ട്രെസ് ആണ്.
അതിൽ നമുക്ക് കാണേണ്ടത് അൾട്ടിമേറ്റ് സ്ട്രെസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഫാക്ടർ ഓഫ് സേഫ്റ്റി തന്നിട്ടുണ്ട്. വർക്കിംഗ് സ്ട്രെസ്സാണ് കാണേണ്ടത്. ഇപ്പം എന്ത് ചെയ്യുക, ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ 4 ആണ്, അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ 370 ആണ്. അപ്പോൾ 4 = 370 ഡിവൈഡഡ് ബൈ വർക്കിംഗ് സ്ട്രെസ്. അതിൽ നിന്ന് വർക്കിംഗ് സ്ട്രെസ് കാണാം. വർക്കിംഗ് സ്ട്രെസ് = 370 ഡിവൈഡഡ് ബൈ 4 കിട്ടും. എത്രയാണ് വരുന്നത്? 92.5 Nm/mm² ആണ്. നമുക്ക് തന്നിട്ടുള്ളത് ഏരിയ ഓഫ് എ ക്രോസ് സെക്ഷൻ ആണ് തന്നിട്ടുള്ളത്. അതായത് ഒരു സ്ക്വയറിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ ആണ് തന്നിട്ടുള്ളത്. എത്രയാണ്? 30 mm ആണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കാണാൻ വേണ്ടിയിട്ട് എന്ത് കണ്ടാൽ മതി? A² കണ്ടാൽ മതി. അപ്പോൾ A² = 30² എത്ര കിട്ടും? 900 കിട്ടും. അപ്പോൾ എത്ര വരുന്നത്? ഏരിയ = 900 mm² വരും. അതിൽ നിന്ന് നമുക്ക് എന്ത് കാണാം? ലോഡ് കാണാം. ലോഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? വർക്കിംഗ് ടെൻസൈൽ സ്ട്രെസ് ഇൻറ്റു ഏരിയ = 900 × 92.5 എത്ര ആൻസർ വരുന്നത്? 83250 ന്യൂട്ടൺ ആണ് വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. എ റോഡ് ഓഫ് ഡയമീറ്റർ 60 mm ഈസ് സബ്ജക്റ്റഡ് ടു എ മാക്സിമം ടെൻസൈൽ ലോഡ് ഓഫ് 1600 kg. കാൽക്കുലേറ്റ് ദ സ്ട്രെസ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് ദി മെറ്റീരിയൽ ഇഫ് ദ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് 5. ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? റോഡിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. എത്രയാണ്? 60 mm. അതുപോലെ തന്നെ ഫോഴ്സ് തന്നിട്ടുണ്ട്. എത്രയാണ്? 1600 kg ആണ് തന്നിട്ടുണ്ട്. അതായത് മാക്സിമം ടെൻസൈൽ ലോഡ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് സ്ട്രെസ് ആദ്യം കാണാം. സ്ട്രെസ് = എന്താണ്? F/A. ഇവിടെ തന്നിട്ടുള്ളത് കാൽക്കുലേറ്റ് ദ സ്ട്രെസ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് ദി മെറ്റീരിയൽ. സ്ട്രെസ്സും കാണണം, അതുപോലെ തന്നെ മെറ്റീരിയൽസിൻ്റെ സ്ട്രെങ്ത്തും കാണണം. അപ്പോൾ ഫസ്റ്റ് സ്ട്രെസ് കാണാനുള്ള ഇക്വേഷൻ എന്താ വരുന്നത്? F/A = F എന്ന് പറഞ്ഞാൽ 1600 ആണ്, ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഡയമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? അതിൻ്റെ ഏരിയ കാണാം, πr² എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 1600 ഡിവൈഡഡ് ബൈ π × 13 × 30. 30 എന്ന് പറയുന്നത് എന്താണ്? ഡയമീറ്ററിൻ്റെ ഹാഫ്, അതായത് റേഡിയസ് ആണ് വരുന്നത്. = എത്ര ആൻസർ വരുന്നത്? 0.5658 kg/mm² ആണ് വരുന്നത്. അതിൽ നിന്ന് എന്ത് കാണും നമുക്കിനി? ഫാക്ടർ ഓഫ് സേഫ്റ്റി കാണാം. ഫാക്ടർ ഓഫ് സേഫ്റ്റി നമുക്ക് തന്നിട്ടുണ്ട് 5 ആണെന്നുള്ളത്. അതിൽ നിന്ന് നമുക്ക് അൾട്ടിമേറ്റ് സ്ട്രെസ്സാണ് കാണേണ്ടത്. ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് എന്താണ്? വർക്കിംഗ് സ്ട്രെസ്സാണ്. അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി = അൾട്ടിമേറ്റ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് സ്ട്രെസ് = 5 = എത്രയാണ് വരുന്നത്? അൾട്ടിമേറ്റ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഇപ്പോൾ കിട്ടിയ സ്ട്രെസ്, അതായത് വർക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് 0.5658. അപ്പോൾ അതിൽ നിന്ന് അൾട്ടിമേറ്റ് സ്ട്രെസ് കാണുമ്പോൾ അൾട്ടിമേറ്റ് സ്ട്രെസ് = 5 × 0.5658 = എത്ര ആൻസർ വരുന്നത്? 2.829 kg/mm².